പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. 3 സേനകളുടെയും മേധാവികൾ, പ്രതിരോധ മന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവ യോഗത്തിൽ പങ്കെടുത്തു. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഇന്ദ്രപ്രസ്ഥത്തിൽ കൂടിയാലോചനകൾ വളരെ സജീവമായി നടക്കുകയാണ്. വെടിനിർത്തൽ ധാരണ, വാക്കാലുള്ള ധാരണയിൽ എത്തിയിരുന്നു ഭാരതവും പാകിസ്ഥാനും തമ്മിൽ. പക്ഷേ ആ ധാരണയിലെത്തിയതിനു ശേഷം വീണ്ടും അത് ലംഘിച്ചിരിക്കുന്നു. മാത്രമല്ല, കൂടുതൽ ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെയും ചിലയിടങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. ഈ പൊതുവിലുള്ള ഒരു അവലോകനം ആണോ, അതോ ഇനി സ്വീകരിക്കേണ്ട നടപടികൾ, ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് കൂടിയാലോചിക്കാനാണോ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ യോഗം ചേർന്നത്? നമ്പ്യാർ, അവലോകനം മാത്രമല്ല, തുടർന്നും ഭാരതം ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നുള്ള വിഷയം കൂടുതൽ അഗാധമായി ചർച്ച ചെയ്യാനാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ, ലോ കല്യാൺ മാർഗിൽ വസതിയിലെ ഇന്നിപ്പോൾ പ്രധാനമായും ചർച്ചകൾ നടന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ ദേശീയ ഉപദേഷ്ടാവ്, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുത്തിരുന്നു. അതേപോലെ തന്നെ മുഴുവൻ കര, വ്യോമ, നാവിക സേനാ മേധാവിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ദിവസം 5 മണിക്ക് ശേഷം വെടിനിർത്തൽ ഔദ്യോഗികമായി രാജ്യം പ്രഖ്യാപിച്ചതിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രകോപനങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് പ്രധാനമായും ഈ യോഗം അവലോകനം ചെയ്തു. തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളും യോഗം വിലയിരുത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ശക്തമായ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം സൈനിക തലത്തിലേക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴും മറ്റ് ഏതാണ്ട് 5 മണിക്കൂറോളം വീണ്ടും ഈ ലംഘനം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യം പ്രഖ്യാപിച്ച ഔദ്യോഗികമായ നിലപാടിലുള്ള ലംഘനം പാകിസ്ഥാൻ നടത്തിയെന്നുള്ളതാണ് പ്രധാനമായും ഭാരതം വിലയിരുത്തിയത്. ഇത് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ ക്ഷമയെ ചോദ്യം ചെയ്ത രീതിയിലുള്ള പ്രകോപനമാണ് പ്രധാനമായും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ കൃത്യമായി ഭാരതം നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇനി രാജ്യത്തിന് മേൽ നടക്കുന്ന ഏത് ഭീകരവാദ ആക്രമണങ്ങളെയും അത് വാറായി, യുദ്ധമായി കണ്ടുകൊണ്ട് ഭാരതം പ്രതികരിക്കുമെന്നുള്ള നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്ത് കൃത്യമായി തന്നെ ഈ യോഗത്തിന് ശേഷം ചർച്ച ചെയ്ത് രാജ്യം ലോകത്തിന് നൽകിയത്. എന്നാൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള ഭീകരാക്രമണം വീണ്ടും ഉണ്ടാകാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കൂടി റിപ്പോർട്ടുകൾ ചർച്ച ചെയ്ത് കൃത്യമായി തന്നെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനോ അതിനപ്പുറത്തേക്ക് ഒരു ആക്രമണം നടത്തുവാനോ 3 സൈനിക വിഭാഗങ്ങൾക്കും വീണ്ടും പൂർണ്ണ അധികാരം നൽകി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 5 മണിക്കൂറോളം നേരമാണ് പ്രകോപനമില്ലാതെ BSFിൻ്റെ ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായത്. കശ്മീരിലെ അതിർത്തികളിൽ ഡ്രോൺ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ്. അത് ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ അമേരിക്കയടക്കം അവകാശപ്പെട്ടത് 48 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം, അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടി ഇടപെടലിന് ശേഷമാണ് ഭാരതം അല്ലെങ്കിൽ പാകിസ്ഥാൻ 2 രാജ്യങ്ങളും വെടിനിർത്തുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള അവകാശവാദം അമേരിക്ക ഉന്നയിക്കുമ്പോഴും മറ്റ് രാഷ്ട്രങ്ങളുടെ പ്രേരണയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ ചർച്ചകളോ ഇടപെടലോ കൂടാതെ കോൺഗ്രസ് ഇന്ന് പ്രധാനമായും ആയുധമാക്കിയിരിക്കുന്നത് അതാണ്. കേന്ദ്ര സർക്കാരിനെ അടിക്കാനുള്ള ആയുധമാക്കിയിരിക്കുന്നത് അതാണ്. കാരണം 3ാം കക്ഷി, ഈ വെടിനിർത്തൽ ധാരണയിൽ 3ാം കക്ഷിയുടെ ഇടപെടൽ ഇല്ല എന്ന് ഭാരത സർക്കാർ കൃത്യമായി വ്യക്തമാക്കിയിട്ടും അതിൽ കടിച്ചു തൂങ്ങുകയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരുടെ. ഇങ്ങ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പോലും അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, ആ ഹാൻഡിലുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് കീഴടങ്ങലാണ്, അമേരിക്കയാണ് ബിഗ് ബോസ്, അമേരിക്കയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വലിയ പരാജയമായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ പരാജയമായി, കേന്ദ്ര സർക്കാരിൻ്റെ പരാജയമായി വ്യാഖ്യാനിക്കുകയാണ്. ഒരു പുതിയ വിവാദത്തിന് കളമൊരുക്കുകയാണ്. അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഇതുവരെ ഈ ഓപ്പറേഷൻ സിന്ദൂരിനൊക്കെ സഹകരണം വാഗ്ദാനം ചെയ്തു. മാത്രമല്ല, സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തതാണ്. രാജ്യത്തിന്, ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന് രാജ്യത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴിതാ അവർ മാറ്റിപ്പിടിക്കുകയാണ്. ഇതൊരു ആയുധമാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു ഒരു വലിയൊരു കോൺട്രവേഴ്സിയായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ
അജണ്ട, ആ സെറ്റ് ചെയ്ത ആ അജണ്ട അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതല്ലേ? പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ? ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ ഇനിയും വൈകാതെ ഒരു വിശദീകരണവുമായി രംഗത്ത് വരേണ്ടതല്ലേ നന്ദഗോപൻ? ഇതിനോടകം തന്നെ ഭാരതം അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം നൽകിക്കഴിഞ്ഞു. ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഇതിനോടകം തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എക്സിൽ അദ്ദേഹം കുറിച്ചിരുന്ന വാക്കുകൾ വളരെ വ്യക്തമാണ്. അതായത് ഭാരതം സ്വതന്ത്രമായി തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അമേരിക്ക അവകാശപ്പെടുന്ന രീതിയിൽ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെ ഇടപെടലോ ഇടനിലയോ ഇല്ലാതെ ഭാരതം സ്വതന്ത്രമായാണ് ഈ ഒരു നിലപാട് എടുത്തത് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോഴും രാജ്യം ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടുമ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം നിലപാടുകൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഐക്യതയ്ക്ക് വിപരീതമായി പാകിസ്ഥാന് പലപ്പോഴും ഇന്ധനം നൽകുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് അത് സ്വാഭാവികമാണ്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഭാരതത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് BJP അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു വശത്ത് ഭാരതത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോഴും മറുവശത്ത് ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ അടിക്കുവാനുള്ള ആയുധങ്ങൾ കോൺഗ്രസ് നൽകുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല സാഹചര്യങ്ങളെയും രാജ്യം നേരിട്ടപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. ഏറ്റവും ഒടുവിലായി പുൽവാമ ഭീകരാക്രമണം, ഇന്നിപ്പോൾ അതിനുള്ള വസ്തുതകൾ പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, പുൽവാമ ആക്രമണം അതിന് പിന്നിൽ നരേന്ദ്രമോദിയായിരുന്നു, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചായിരുന്നു നരേന്ദ്രമോദി തന്നെ ഇത്തരം ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾ, കോൺഗ്രസിൻ്റെ ഈ ആരോപണങ്ങൾ പലപ്പോഴും അന്തർദേശീയ തലത്തിൽ ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും കൈകഴുകി മാറി നിൽക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ കോൺഗ്രസ് നടത്തിയ പുൽവാമ ആക്രമണം, ഭീകരാക്രമണങ്ങളിൽ കോൺഗ്രസ് ആരോപിച്ചിരുന്ന, ഭാരതത്തിനെതിരെ തന്നെ ആരോപണം ഉയർത്തിയിരുന്ന, ഭാരതത്തെ മുൾമുനയിൽ നിർത്തിയിരുന്ന ആരോപണം അതിന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വസ്തുത തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ തന്നെയാണ് ആക്രമണത്തിന് പിന്നിൽ നിന്ന് ഇതിനോടകം തന്നെ പാകിസ്ഥാൻ്റെ വ്യോമസേനാ മേധാവി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുവരെയായിട്ടും അത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതേസമയം ഇത്തരത്തിൽ ട്രംപ് ഇടനില നിന്നിട്ടാണ്, അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ യാതൊരു റോളുമില്ല എന്നുള്ളത് വരുത്തി തീർക്കുവാനുള്ള ശ്രമം, എപ്പോഴും ഭാരതത്തിൻ്റെ ഭരണകൂടത്തെ ഇകഴ്ത്തിക്കാട്ടുവാൻ വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരം ഭാഗങ്ങളുടെ ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തര ഫലം കൂടിയാണ് ഇന്നിപ്പോൾ ട്രംപാണ് ഇതെല്ലാം നിയന്ത്രിച്ചത് എന്ന തരത്തിലുള്ള പ്രചരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. 3 സേനകളുടെയും മേധാവികൾ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് എങ്ങനെ മുന്നോട്ട് നീങ്ങണം, സൈന്യത്തിൻ്റെ നീക്കം എങ്ങനെയായിരിക്കണം, ഇതൊക്കെ വളരെ കൃത്യമായി ചർച്ച ചെയ്തു എന്നാണ് എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.